കടകളിൽ കിട്ടുന്ന അതേ രുചിയിൽ ടൊമാറ്റോ സോസ് നമുക്ക് വീട്ടിൽ തയ്യാറാക്കിയെടുക്കാം. സോസ് ഉണ്ടാക്കാനായിട്ട് ഞാൻ 5 തക്കാളി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 2 പട്ടയും കുറച്ച് ഗ്രാമ്പുവും ചേർത്ത് കൊടുക്കാം. 2 അല്ലി വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. തക്കാളിയുടെ മുകൾ ഭാഗം ചെത്തിക്കളഞ്ഞതിന് ശേഷം നമുക്കിതൊരു ചെറിയ പീസസ് ആയിട്ട് അരിഞ്ഞെടുക്കാം. തക്കാളി എല്ലാം അരിഞ്ഞു കഴിഞ്ഞതിന് ശേഷം നമുക്കതൊരു പാനിലേക്ക് ചേർത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. അതിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പട്ടയും ഗ്രാമ്പും വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം. തക്കാളി എല്ലാം നന്നായി വെന്ത് വരുന്നവരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഏകദേശം ഒരു 5 മിനിറ്റ് വെക്കുമ്പോഴത്തേക്ക് തന്നെ എല്ലാ തക്കാളിയും നന്നായി വെന്തുടഞ്ഞു വരും. ഒന്ന് അടച്ചു വെച്ച് നമുക്കതൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ തക്കാളി എല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് സ്റ്റൗ ഒന്ന് ഓഫാക്കി കൊടുക്കാം. കുറച്ച് സമയം ഇത് തണിയാനായിട്ട് മാറ്റി വെക്കാം. തക്കാളി നന്നായി ചൂടാറി വന്നിട്ടുണ്ട്. നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടൊന്ന് അടിച്ചെടുക്കാം. നമ്മളിത് അടിച്ചെടുക്കുന്നതിന് മുന്നായിട്ട് നമ്മൾ ഇതിലേക്ക് ചേർത്തിട്ടുള്ള വെളുത്തുള്ളിയും സ്പൈസസൊക്കെ അതിൽ നിന്ന് എടുത്ത് മാറ്റി വെക്കാം കേട്ടോ. അതും കൂടി അടിക്കേണ്ട ആവശ്യമില്ല. അതിൻ്റെ ഫ്ലേവറെല്ലാം നമ്മളിതിൽ തിളപ്പിച്ചെടുക്കുന്ന സമയത്ത് തന്നെ അതിലേക്ക് തക്കാളിയിലേക്ക് പിടിച്ചിട്ടുണ്ടാവും. ഇത് നല്ലൊരു ഫൈൻ പേസ്റ്റാക്കി എടുക്കാം. പേസ്റ്റാക്കി എടുത്തതിന് ശേഷം നമ്മൾ ഇതൊരു അരിപ്പയിലേക്ക് ചേർത്തിട്ട് നന്നായി ഒന്ന് അരിച്ചെടുക്കണം. അരിച്ചെടുക്കുന്ന സമയത്ത് നമുക്കൊരല്പം വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി അരിച്ചെടുക്കാം. ഇതിൻ്റെ കുരുവും തൊലിയുടെ ഭാഗങ്ങളും എല്ലാം ഈ അരിച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് വേർപെട്ട് കിട്ടും. ഞാനിപ്പോൾ എല്ലാം ഇവിടെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അരിച്ചെടുത്ത് കിട്ടിയത് തിളപ്പിക്കാനായിട്ട് സ്റ്റൗവിലേക്ക് മാറ്റാം. ഇതിന് നമുക്ക് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാം. നന്നായി ഒന്ന് കുറുകി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു നുള്ള അളവിൽ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 കപ്പ് അളവിൽ വിനാഗിരി കൂടി ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി ഒന്ന് തിളച്ച് കുറുകി വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നന്നായി കുറുകി വരുന്ന സമയത്ത് ഇതുപോലെ ആയിരിക്കും അതിൻ്റെ കൺസിസ്റ്റൻസി ഉണ്ടാവുക. തീരെ വെള്ളം പോലെ ആയിരിക്കില്ല, എന്നാൽ നല്ല കട്ടിയായിരിക്കില്ല. ഏതെങ്കിലും പാത്രത്തിൽ ഒഴിച്ചിട്ട് വേണമെങ്കിൽ നമുക്കത് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഒരു പാത്രത്തിൽ ഒഴിച്ചാൽ അത് പെട്ടെന്ന് ഒഴുകി വരാത്ത പരുവം, അതാണ് അതിൻ്റെ കറക്റ്റ് പരുവമായിട്ടുള്ളത്. ഇതിപ്പോൾ നമ്മൾ ടൊമാറ്റോ സോസ് റെഡിയായി വന്നിട്ടുണ്ട്. തണിഞ്ഞതിന് ശേഷം നമുക്കൊരു ഗ്ലാസ് ജാറിലേക്ക് മാറ്റി കൊടുക്കാം. ഇത് നമുക്ക് 2 മാസം വരെയൊക്കെ ഫ്രിഡ്ജിൽ കേടുകൂടാതെ സൂക്ഷിച്ച് വെക്കാം. ഇനി ടൊമാറ്റോ സോസിന് വേണ്ടി കുഞ്ഞുമക്കൾ വാശി പിടിക്കുമ്പോഴേ കടയിൽ നിന്ന് വാങ്ങിക്കാതെ വീട്ടിൽ നിന്ന് തന്നെ തയ്യാറാക്കി കൊടുക്കണേ. എൻ്റെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കണേ.